ഇസ്രായേലിന് സൗകര്യമായിട്ട് ഇപ്പോൾ പറഞ്ഞൊഴിയാൻ പറ്റുന്നുണ്ട്, ഞങ്ങൾ ആ കരാറിൽ പാർട്ടിയല്ല. അത് നോക്കണേ, ഇവർ 3 പേര് ചേർന്നാണല്ലോ അടി. അപ്പോൾ ഒരു കരാറുണ്ടാക്കുമ്പോൾ ഇസ്രായേലിനെ കൂടെ ചേർക്കണ്ടേ? അതിൽ ചേർത്തില്ല. ട്രംപ് നേരെ ഇറാനുമായിട്ട് സംസാരിച്ച് എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കി. നെതന്യാഹു പറഞ്ഞു, കോംപ്ലിമെൻറ്റ്സ് ആക്കിയെങ്കിൽ ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അത് വലിയ പ്രശ്നമായി. JD വാൻസ് പറഞ്ഞു, ലോകത്തിലെ വമ്പന്മാരായ രാജ്യങ്ങളിൽ ഒരേ ഒരു എണ്ണമാണ് ഇസ്രായേലിൻ്റെ കൂടെയുള്ളത്. അവരെ വെറുപ്പിക്കുന്നത് ഇസ്രായേലിന് നല്ലതല്ല. ഞാൻ ഇസ്രായേലിൻ്റെ അഡ്വൈസറായിരുന്നെങ്കിൽ ഞാൻ ഈ അഡ്വൈസ് കൊടുക്കുമായിരുന്നു. JD വാൻസ്. നെതന്യാഹു അതിന് മറുപടിയായിട്ട് പറഞ്ഞ സ്റ്റൈലിൻ മറുപടിയാണ്. നെതന്യാഹു ഒരു ചിരിയോട് പറഞ്ഞു, JD വാൻസ് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അതിലും വലിയ ഫ്രണ്ടാണ് എനിക്ക് ട്രംപ്. വലിയൊരു രാജ്യത്തിൻ്റെ സപ്പോർട്ട് കളഞ്ഞു കുളിക്കരുത് എന്നാണ് JD വാൻസ് എന്നെ ഉപദേശിക്കുന്നത്. വെരി ഗുഡ്. എനിക്ക് ചെറിയൊരു രാജ്യത്തിൻ്റെ സപ്പോർട്ടുണ്ട്, അത് ഇന്ത്യയാണ്. 140 കോടി ജനസംഖ്യയുള്ളൂ, ചെറിയ രാജ്യമാണ്. അതിനകത്ത് ആ പരിഹാസമുണ്ടല്ലോ. അമേരിക്കയുടെ ജനസംഖ്യ എത്ര, ഭാരതത്തിൻ്റെ ജനസംഖ്യ എത്ര? അമേരിക്കയാണോ ചെറിയ രാജ്യം, ഭാരതമാണോ ചെറിയ രാജ്യം? പിന്നെ ആയുധങ്ങൾ എല്ലാവരുടെയും കയ്യിലുണ്ട്. അണുബോംബാണല്ലോ ഏറ്റവും വലിയ ആയുധം. അത് അമേരിക്കയുടെ ഉണ്ട്, ഇസ്രായേലിൻ്റെ ഉണ്ട്, ഭാരതത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ വലിപ്പം പറയണ്ട. ഭാരതത്തിൻ്റെ കയ്യിൽ 170+ ഉണ്ടെന്നൊക്കെ പറയുന്നു, ആർക്കും അറിയില്ല. അമേരിക്കയുടെ കയ്യിൽ 500 അല്ലെങ്കിൽ 600 ഉണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് അമേരിക്ക വലുതാകുന്നില്ല. കാരണം ആണവായുധം 2-3 എണ്ണം മതി ലോകം മുഴുവൻ നശിപ്പിച്ചു കളയാൻ. ഈ 170, 150, 500 ഒന്നും ആവശ്യമില്ല. ഇതെല്ലാവർക്കും അറിയാം. പഴയ ക്യൂബൻ ക്രൈസിസ് വന്നപ്പോൾ അന്ന് ആരായിരുന്നു? ഐ തിങ്ക് ക്രൂഷ്ചേവായിരുന്നു, സോവിയറ്റ് യൂണിയനിൽ. ക്രൂഷ്ചേവ് വന്ന് സ്വന്തം മിസൈലുകൾ ക്യൂബയിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ ക്രൂഷ്ചേവ് പറഞ്ഞു, അമേരിക്കയ്ക്ക് ലോകത്തെ 7 വട്ടം നശിപ്പിക്കാൻ പറ്റും, എനിക്ക് 1 വട്ടമേ നശിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതാണ് ആണവായുധത്തിൻ്റെ കണക്കിലുള്ള കുഴപ്പം. ഒറ്റത്തവണയ്ക്കുള്ള ആയുധം മതി, അത് കൂടുതലെന്തിന്? അപ്പോൾ ആയുധം വെച്ച് ഇന്ത്യയെ നിങ്ങൾ തോൽപ്പിക്കാനൊന്നും നോക്കണ്ട. പിന്നെ ഉള്ളത് ജനശക്തിയാണ്. ഒരു യുദ്ധത്തിൽ മരിക്കാൻ ആൾ വേണ്ടേ? അതാണല്ലോ പ്രശ്നം. ഇപ്പോൾ റഷ്യയുടെ പ്രശ്നം എന്താ? അവർക്ക് ആളില്ല. അപ്പോൾ ഇവിടെ നിന്ന് കള്ളക്കടത്തൊക്കെ നടത്തി ഇന്ത്യയിലെ ആൾക്കാരോട് ഇപ്പോഴും അവിടെ പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ കാശില്ലാന്ന് മാത്രമല്ല, പട്ടിണിയും കൂടെയാണ്. ഉക്രൈൻ കുറച്ചുകൂടെ കാശ് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. റഷ്യ കാശും കൂടെ കൊടുക്കില്ല, ആളെ വേണം, ആളില്ല. അപ്പോൾ ഈ ആൾ ഒരു വലിയ ശക്തിയാണ്. നമുക്ക് 140 കോടിയുണ്ട്. അപ്പോൾ നെതന്യാഹു പറയുന്നു, എൻ്റെ കൂടെ ഇന്ത്യയുണ്ട്, അതുകൊണ്ട് നീ എന്നെ പേടിപ്പിക്കേണ്ട. ഇതിവിടം വരെയൊക്കെ എത്താൻ കാര്യം എന്താ? ഇവർ സെറ്റിൽ ചെയ്യുമ്പോൾ നെതന്യാഹുവിനെ കൂടെ കൂട്ടിയില്ല. അതുകൊണ്ടാണ് നെതന്യാഹുവിനെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എന്തുമായിക്കോട്ടെ, പേരിനെങ്കിലും കൂട്ടണ്ടേ? ഇസ്രായേലിനെ വിളിച്ചു, അവർ വന്നില്ല. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ബട്ട് അവരെ വിളിക്കണ്ടേ? അല്ലാതെ അവർ ഞാൻ പറഞ്ഞാൽ അവൻ കേട്ടോളും എന്നൊക്കെയുള്ള ട്രംപിൻ്റെ പരിപാടിക്ക് നെതന്യാഹു നിന്ന് തരില്ല. നെതന്യാഹുവിൻ്റെയും ഒരുപക്ഷെ അമേരിക്കക്കാരുടെയും മനസ്സിൽ ഇതിപ്പോൾ ഒരു 2 വർഷം കൂടെ അല്ലേ ഉള്ളൂ ഈ കാർന്നവർ. അത് കഴിയുമ്പോൾ ഈ ദുരിതം ഒഴിയുമല്ലോ. ഈ രീതിയിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ മതങ്ങൾ തമ്മിൽ ഒരു സെറ്റിൽമെൻ്റ് ആവാതെ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവില്ല. പിന്നെ ബലപ്രയോഗം നടത്താം.